ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അണ്ടിപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം അണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അകത്ത് അടുപ്പിലൊന്നും വെച്ചിട്ട് നമുക്ക് ഈ അണ്ടി ചുട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുറത്ത് ഒരടുപ്പ് കല്ല് വെച്ചുണ്ടാക്കിയിട്ട് പുറത്താണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ അണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അണ്ടി ചുട്ടെടുത്ത ശേഷം അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിൽ ഒരു ചെറിയ തോലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കി നല്ല ക്ലീൻ ചെയ്തെടുത്ത് അതിന് ശേഷം അടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടത് നമ്മൾ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാനുള്ള അരി വറുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 നാഴി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. കൂടുതലായി ചൂട് കൂടാൻ പാടില്ല, അപ്പോൾ നന്നായി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം അരി വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനതിലേക്ക് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ 6 ശർക്കര കട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങയും ശർക്കരയും ഉരലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ അതിലേക്ക് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മിക്സിയിലും ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഉരൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുറ്റത്താണ് ഉരൽ കിടക്കുന്നത്. മുറ്റത്ത് ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. രണ്ടും തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ രീതിയിലാണ് ഇതൊന്ന് റെഡി ആയിട്ട് വരേണ്ടത്. തേങ്ങയും ശർക്കരയും നല്ല രീതിയിൽ രണ്ടും തമ്മിൽ നല്ല രീതിയിൽ മിക്സായിട്ട് വരണം. അപ്പോൾ ഏകദേശം ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉരലിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന അരി അത് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ 1.5 നാഴി അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മൊത്തമായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അരി ഒന്ന് ചൂടാറണം. നല്ല ചൂടോടെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കരുത്. അപ്പോൾ ഒരുവിധം ചൂടാറിയ ശേഷം ഞാനിതാ ഓരോ ട്രിപ്പായി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ അരി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് അണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അണ്ടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അണ്ടി നന്നായിട്ട് പൊടിഞ്ഞു പോകാനും പാടില്ല. ചെറിയ രീതിയിലൊന്ന് കടിക്കുന്ന രൂപത്തിലാണ് നമ്മളിതൊന്ന് അടിച്ചെടുക്കേണ്ടത്. എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് എടുക്കണം. അങ്ങനെ നമ്മൾ അണ്ടിപ്പുട്ട് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഞാൻ അരി പൊടിച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് തേങ്ങയും ശർക്കരയും തമ്മിൽ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടണം കറക്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം നല്ല രീതിയിൽ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ച് ഇതിൽ കുറച്ച് ഇത് നമ്മൾ ബോൾസാക്കി എടുക്കണം. അപ്പോൾ ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായി കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. അങ്ങനെ ഓരോ ബോൾസായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പുട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക.